നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുമായി സജീവമാണ് എല്ലാ മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ. ഇപ്പോൾ നമ്മോടൊപ്പമുള്ളത് പുതുക്കാട് നിയോജകമണ്ഡലം LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള KK രാമചന്ദ്രനാണ്. നിലവിലെ സിറ്റിംഗ് MLA കൂടിയാണ് KK രാമചന്ദ്രൻ. നമുക്ക് അദ്ദേഹത്തിൻ്റെ ചില വിശേഷങ്ങൾ ചോദിച്ചറിയാനുണ്ട്. സ്വാഗതം രാമചന്ദ്രേട്ട. ഈ സാധാരണ ഇങ്ങനത്തെ ഇൻ്റർവ്യൂകൾക്ക് വരുമ്പോൾ ഒരു അവതാരകൻ എന്ന നിലയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് മുമ്പിലിരിക്കുന്ന ആളെ അസ്വസ്ഥനാക്കുന്ന ചില ചോദ്യങ്ങൾ ചോദിക്കുക എന്നതാണ്. അതാണ് കാഴ്ചക്കാർക്കും ഒരുപക്ഷെ താല്പര്യമുണ്ടാവുക. എന്നാൽ കഴിഞ്ഞ 5 വർഷം 15ാമത് നിയമസഭയിൽ MLA ആയിരുന്ന ഒരാളെന്ന നിലയിൽ KK രാമചന്ദ്രനോട് അസ്വസ്ഥതയുണ്ടാക്കുന്ന ഒരു ചോദ്യം ചോദിക്കാൻ എനിക്കില്ല എന്നതാണ് എൻ്റെ ഒരു അവസ്ഥ. ആ അർത്ഥത്തിൽ 5 വർഷം MLA ആയിരുന്ന KK രാമചന്ദ്രൻ സ്വയം തനിക്കിടുന്ന മാർക്ക് 10-ൽ എത്ര മാർക്ക് നൽകും? എനിക്ക് മാർക്കിടുക എന്നുള്ളത് അതൊരു ശരിയായ ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഞാൻ ജനങ്ങൾക്കിടയിൽ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. MLA ആയതിനു ശേഷവും എൻ്റെ സാന്നിധ്യം ആവശ്യമായ സ്ഥലങ്ങളിലെല്ലാം ഞാൻ എത്തിയിട്ടുണ്ട്. ഓരോരോ പ്രാദേശികമായ വിഷയങ്ങൾ, ഓരോ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ, ഓരോ സാമൂഹ്യ വിഭാഗങ്ങളുടെയും ആവശ്യങ്ങൾ, അതൊക്കെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി സ്വാഭാവികമായും ജനപ്രതിനിധിയുടെ എത്തുമല്ലോ. അങ്ങനെ വരുന്നവരോടൊക്കെ ഞാനത് ഒന്നും പറ്റില്ല എന്ന് പറയാറില്ല. നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് അത് എങ്ങനെയാണ് നടത്താൻ കഴിയുക എന്നാണ് ഞാൻ ചിന്തിക്കാറ്. അതിനാരെയാണ് കൂട്ടുപിടിക്കേണ്ടത്, ഏത് രീതിയിലൂടെയാണ് അത് നടപ്പാക്കേണ്ടത്, അല്ലെങ്കിൽ അദ്ദേഹത്തെ സഹായിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ആ വിഭാഗത്തെ സഹായിക്കാൻ പറ്റുക, അതുമായി മുന്നോട്ട് പോവുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിച്ച് പോന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ജനങ്ങളാണ് ഏറ്റവും വലിയ ശക്തി. ജനങ്ങൾ തീരുമാനിക്കട്ടെ, ജനങ്ങൾ മാർക്കിടട്ടെ. ഇപ്പോൾ കഴിഞ്ഞ 10 വർഷം LDF നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇത്തവണ LDF 3ാം ഊഴത്തിൽ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഇപ്പം UDF ആണെങ്കിൽ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടാണ്, നമുക്ക് ഒറ്റനോട്ടത്തിൽ അമ്പോ എന്ന് തോന്നുന്ന വാഗ്ദാനങ്ങളാണ് UDF മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ LDF സർക്കാരിൻ്റെ വികസന നേട്ടങ്ങളും UDFൻ്റെ വാഗ്ദാനങ്ങളും തമ്മിലുള്ള ഒരു പോരാട്ടമായി ഈ തെരഞ്ഞെടുപ്പ് മാറുന്നു. അതൊന്നും മാറാൻ പോകണില്ല. ഇവിടെ ജനങ്ങളുടെ കൺമുമ്പിലാണ് വികസന പ്രവർത്തനങ്ങളെല്ലാം ഉള്ളത്. നേരത്തെയൊക്കെ പഴയ കാലത്തൊക്കെ രാഷ്ട്രീയ പൊതുയോഗങ്ങളിലൊക്കെ പ്രസംഗിക്കുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ അങ്ങോട്ട് നോക്കൂ, ഇങ്ങോട്ട് നോക്കൂ, വികസനം കാണണമെങ്കിൽ എന്നൊക്കെ പറയാറുണ്ടല്ലേ. ഇതെങ്ങോട്ട് നോക്കാതെ നമ്മുടെ കൺമുമ്പിലാണ് ഓരോ വികസന പ്രവർത്തനങ്ങളും നടത്തിയിട്ടുള്ളത്. 10 വർഷം മുമ്പ് അങ്ങനെയല്ലായിരുന്നല്ലോ. നമ്മുടെ റോഡുകൾ, പ്രധാന റോഡുകളെല്ലാം മൺപാതകളായിരുന്നു. മൺപാതകൾ ആണ് എന്ന് മാത്രമല്ല, റോഡിലൊക്കെ ചെളിവെള്ളവും തവളക്കുഞ്ഞുങ്ങളായിരുന്നു 10 വർഷം മുമ്പ് ഒട്ടുമിക്ക റോഡുകളും. അത് ഈ കേരളത്തിലെ സർക്കാർ കിഫ്ബി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് വലിയ തോതിൽ പണം സമാഹരിച്ച് ഈ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടപ്പിലാക്കിയത്. നമ്മളൊക്കെ എല്ലാവരും ഒരു നിശ്ചിത കാലമാണ് ജീവിക്കുക അല്ലേ. അപ്പോൾ വികസനം അതിൻ്റെ സ്വാദ് നേരത്തെ മനുഷ്യർക്ക് ആസ്വദിക്കാൻ കഴിയാവുന്ന രീതിയിൽ അത് ഒരുക്കുക എന്നുള്ളതാണ്. അപ്പോൾ കടം വാങ്ങേണ്ടി വരും. കടം വാങ്ങിയിട്ട് തന്നെയാണല്ലോ ധനസമാഹരണം നടത്തി കിഫ്ബി വഴിയിലൂടെ. അങ്ങനെയാണ് നമ്മളുടെ പ്രധാന പാതകളെല്ലാം. ഇപ്പോൾ ദേശീയപാത നിർമ്മിക്കേണ്ടത് നാഷണൽ ഹൈവേ അതോറിറ്റിയാണ്, വികസന അതോറിറ്റിയാണ്. എല്ലായിടത്തും അങ്ങനെയാണ് ചെയ്യേണ്ടത്. അവരുടെയാണ്. പൊതുമരാമത്ത് പാത നിർമ്മിക്കേണ്ടത് സംസ്ഥാന ഗവൺമെൻറ്റാണ്, സംസ്ഥാന സർക്കാരിൻ്റെ അണ്ടറിലുള്ളത്. പഞ്ചായത്തിൻ്റെ റോഡോട് പഞ്ചായത്തിൻ്റെ റോഡിലൊക്കെ ഇപ്പോൾ MLA ഫണ്ടും ഒക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്, അത് വേറെ കാര്യം. അപ്പോൾ ദേശീയപാത നിർമ്മിക്കേണ്ട ദേശീയ നാഷണൽ ഹൈവേ വികസന അതോറിറ്റി സംസ്ഥാനത്തിനോടൊരു പ്രത്യേക നയം എടുത്തു.
ഭൂമി ഏറ്റെടുത്തൊക്കെ അവരാണ് ചെയ്യേണ്ടത്. ഭൂമി ഏറ്റെടുക്കാനുള്ള മറ്റു സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത്. അവിടെ വല്ല സംഘർഷങ്ങളോ പ്രശ്നങ്ങളോ നാട്ടുകാരുടെ എതിർപ്പുകളോ അതൊക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുക. ഇത് നേരത്തെ ഇവിടെ ആരംഭിക്കേണ്ടതായിരുന്നു. അന്ന് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അവിടെ ഇവിടെയൊക്കെ ചില എതിർപ്പുകൾ വന്നപ്പോൾ അവരത് NHI പതുക്കെ അതിൽ നിന്ന് പിന്മാറുക മാത്രമല്ല NHIയുടെ ഓഫീസൊക്കെ അടച്ചുപൂട്ടി പോയതാണ് ഇവിടെ സാധ്യമല്ല. പക്ഷെ LDF ഗവൺമെൻറ് വന്നപ്പോൾ NHIയുടെ ഓഫീസ് ഇവിടെ തുറപ്പിച്ച് നമ്മളതിൻ്റെ കൂടെയുണ്ട്, സർക്കാർ കൂടെയുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാമല്ലോ, നമ്മുടെ കേരളത്തിൻ്റെ ഒരു സൈഡിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നഗരം ഏതാ ഗ്രാമം ഏതാണെന്ന് അറിയാത്തൊരവസ്ഥയിലാണ് നമ്മുടെ നാട് മാറുന്നത്. മാത്രമല്ല നമ്മുടെ ഗതാഗത കുരുക്കുകൾ, ഒരു വാഹനത്തിൽ കയറിയിരുന്ന നമ്മൾ ആഹ്ലാദ പ്രകടനങ്ങളുണ്ടാവും, പ്രതിഷേധ പ്രകടനങ്ങളുണ്ടാവും, ഉത്സവങ്ങളുണ്ടാവും. ഇതൊന്നും ഒഴിവാക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ നമുക്കറിയാം റോഡിൽ 1 മിനിറ്റ് 2 മിനിറ്റൊക്കെ ബ്ലോക്കായാൽ നമ്മുടെ വാഹനങ്ങളൊക്കെ ഇതിലൊക്കെ കുത്തിച്ചാടിച്ച് പോകേണ്ട ഒരവസ്ഥ. ഒരുപാട് സമയം കാറിന് ഉള്ളിൽ കുരുങ്ങി കളയാനൊന്നും ഒരാളും താല്പര്യപ്പെടുന്നില്ല, അല്ലേ? മാത്രമല്ല വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കണമെങ്കിൽ, പ്രത്യേകിച്ച് വ്യവസായ സ്ഥാപനങ്ങളൊക്കെ തുടങ്ങണമെങ്കിൽ പ്രധാന പാതകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഈ NHIയുടെ ഓഫീസ് തുറപ്പിച്ച്. അപ്പോൾ അവർ ഡിമാൻഡ് വെച്ചു, കേരളത്തിൽ ഭൂമി ഏറ്റെടുത്ത് തന്നാലാണ് ഞങ്ങൾ ദേശീയപാത നിർമ്മിക്കുള്ളൂ. പെനാൽറ്റി എന്ന നിലയിലാണ് അവരത് കണ്ടത്. അന്നായിരുന്നെങ്കിൽ ഡിമാൻഡില്ല, എല്ലായിടത്തും ചെയ്യുന്ന പോലെ നടന്നു പോകേണ്ടതാണ്. അപ്പോൾ ആ ഗവൺമെൻറ് UDF ഗവൺമെൻറ് അത് ചെയ്തില്ല എന്നുള്ളതുകൊണ്ടാണ് പെനാൽറ്റി അടയ്ക്കേണ്ടി പോയത്. 5416 കോടി രൂപ നമ്മൾ ഭൂമി ഏറ്റെടുക്കുന്നതിലേക്ക് കൊടുക്കേണ്ടി വന്നു. ആദ്യം ഫുള്ള് പറഞ്ഞവർ, പിന്നെ ഹാഫ് പറഞ്ഞു. 25% തുക ഈ ഭൂമി ഏറ്റെടുക്കുന്ന ചെലവിലേക്ക് വേണ്ടി കൊടുക്കേണ്ടി വന്നതാണ്. 5416 കോടി രൂപ കിഫ്ബിയിലെ ഫണ്ട് ഉപയോഗപ്പെടുത്തിയിട്ടാണ്, ആ പണം കൊടുത്തിട്ടാണ് ഭൂമി ഏറ്റെടുക്കുന്ന നടപടി പൂർത്തീകരിച്ച് ഈ പ്രധാന പാത NHIയുടെ പാത നമുക്ക് പൂർത്തീകരിക്കണം. NHI മാത്രമല്ല, ഈ പാത മാത്രമല്ല, നമ്മുടെ തീരദേശത്തോടുള്ള പാത. നമ്മുടെ നിയോജക മണ്ഡലത്തിലൂടെ കടന്നു പോകുന്ന ഒരു പാതയാണ് മലയോര ഹൈവേ. 12 മീറ്റർ വീതിയിലാണ് ആ റോഡ് BMBCയിൽ നിർമ്മിക്കുന്നത്. ഈ പോസ്റ്റൊക്കെ, ഇലക്ട്രിക് പോസ്റ്റൊക്കെ മാറ്റി സ്ഥാപിച്ച് 2 സൈഡിലും കാനയും സംവിധാനങ്ങളൊക്കെ ഒരുക്കി 12 മീറ്റർ വീതിയിലും BMBC. നമ്മുടെ നിയോജക മണ്ഡലത്തിൽ 20.5 കിലോമീറ്റർ നമ്മുടെ മണ്ഡലത്തിലൂടെ കടന്നു പോകുന്നത്. മൊത്തം അത് 30 കിലോമീറ്ററാണ് ഒരു റീച്ച്. പുത്തൂർ പഞ്ചായത്ത് ഉൾപ്പെടെ, പുത്തൂർ പഞ്ചായത്ത്, തൃക്കൂർ ഗ്രാമപഞ്ചായത്ത്, വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത്, മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് എന്നീ 4 പഞ്ചായത്തുകളിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. 30.5 കിലോമീറ്ററുണ്ട്. അതിൽ 20.5 കിലോമീറ്ററോളം നമ്മുടെ മണ്ഡലത്തിലാണ്, പുതുക്കാട് മണ്ഡലത്തിലാണ്. 3 പഞ്ചായത്തിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ അത് ഒരറ്റത്ത് നിന്ന് തുടങ്ങി അറ്റത്ത് അവസാനിപ്പിക്കുകയല്ല, ഓരോ റീച്ചുകളാക്കി തിരിച്ചെടുത്ത് ആ റീച്ചുകളുടെ പണികൾ കഴിക്കുക. അപ്പോൾ ചിലയിടത്തൊക്കെ ചില തടസ്സങ്ങളൊക്കെ വരുമല്ലോ. അപ്പോൾ അങ്ങനെ മൊത്തം ടെൻഡർ ചെയ്യല്ല, റീച്ച് ബേസ് ചെയ്ത് ടെൻഡർ ചെയ്യുക. ഞങ്ങളാണെങ്കിൽ ഇവിടെ ചില സ്ഥലങ്ങളിൽ, നമ്മുടെ മണ്ഡലത്തിലല്ലാത്ത ചില സ്ഥലങ്ങളിലൊക്കെ ചില ഈ ഭൂമി വൈകുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ ഇത് ചെയ്തു. പുതുക്കാട് നിയോജക മണ്ഡലത്തിൻ്റെ 3 പഞ്ചായത്തുകൾ തന്നെ റീച്ചാക്കി വീണ്ടും തിരിച്ചു. 132 കോടി രൂപയാണ് ഇതിന് വേണ്ടിയിട്ട് കിഫ്ബി നീക്കി വെച്ചത്. കിഫ്ബി ഫണ്ടാണ്. നമുക്ക് നേരത്തെയൊക്കെ ഒരു റോഡിന് വേണ്ടി ഒരു 50,000 രൂപ കിട്ടാൻ, ഈ മൺപാത ഒന്ന് ശരിയാക്കാൻ വേണ്ടി, അടുത്ത ചെളിയൊന്ന് മാറ്റാൻ വേണ്ടി ഒക്കെ വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. 132 കോടി രൂപയാണ് നമുക്ക് കിഫ്ബിന്ന് പണം അനുവദിച്ചത്. അപ്പോൾ 45 ഞങ്ങൾ എന്ത് ചെയ്തു, അതിന് വനം വകുപ്പിൻ്റെ കുറച്ച് ഭൂമി ഇതിൽ മാറ്റിയെടുക്കേണ്ടതുണ്ട്. ഈ പുലിക്കണ്ണി ചെല്ലുമ്പോൾ അവിടെ നിന്ന് തോട്ടത്തിൻ്റെ ഉള്ളിലൂടെയാണ് പോകുന്നത്. വനംവകുപ്പ് ആ ഭൂമി നമുക്ക് കൈമാറാൻ തയ്യാറായിട്ടുണ്ട്. നമ്മൾ പകരം റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഭൂമി അവർക്ക് വനംവകുപ്പിന് കൊടുക്കണം, അത്രയേ ഉള്ളൂ. അതിന് നടപടികളുടെ പൂർത്തീകരണ ഘട്ടത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അതിനെ തന്നെ ആ നടപടി പൂർത്തീകരിക്കും മുമ്പേ തന്നെ 45 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി വെള്ളാനിക്കോട് മുതൽ പുളിഞ്ചോട് മുതൽ പുലിക്കണ്ണി വരെയുള്ള പോർഷൻ ഞങ്ങൾ ടെൻഡർ ചെയ്യിച്ചു. ബാബു കൺസ്ട്രക്ഷൻ കമ്പനി ടെൻഡർ എടുത്തു. വൻ നിർമ്മാണം ആരംഭിച്ചെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ ഇലക്ഷൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ നിൽക്കുക കാരണം അത് ഉദ്ഘാടനം ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ്
നിർമ്മാണ ഉദ്ഘാടനം നടത്താൻ പറ്റില്ല എന്നുള്ളൂ. എല്ലാ നടപടിയും പൂർത്തീകരിച്ച് തുടങ്ങണം. അപ്പോൾ തീരദേശത്തുള്ള പാത, ജലപാത, ജലമെട്രോ വേറെ, പിന്നെ ജലപാതയുണ്ട്. കോവളം മുതൽ ബേക്കൽ വരെ ഓരോ കായലുകൾ ബന്ധിപ്പിക്കുകയാണ്. നേരത്തെയൊക്കെ ഈ കായലിലൂടെയുള്ള ഗതാഗതം ഒരുപാടുണ്ടായിരുന്നു. നമ്മുടെ ഈ റോഡ് ഒക്കെ വികസിച്ച് വരുന്നതിന് മുൻപ് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്. ഈ കോട്ടപ്പുറം, പിന്നെ കണ്ടാശം കടവ്, ഇങ്ങനെയുള്ള കടവുകളിലൊക്കെ ഈ ഇതിലൂടെ കായലിലൂടെയൊക്കെ മറ്റേ ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെയൊക്കെ കൊണ്ടുവന്നിട്ടാണ് അവിടെ ഇറക്കി. അവിടെയാണ് മാർക്കറ്റുകൾ രൂപപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ആ കായൽ ഗതാഗതം തിരിച്ചു പിടിക്കുകയാണ് നമ്മൾ. അപ്പോൾ കായലിലൂടെ ഈ ഭക്ഷ്യധാന്യങ്ങൾ കൊണ്ടുവരാൻ അതിനുവേണ്ടി ഉപയോഗിക്കുക. അത് മാത്രമല്ല, ടൂറിസ്റ്റുകളെ ആകർഷിക്കുക. അപ്പോൾ അത് റീച്ച് ബേസ് ആയിട്ട് തന്നെ അതിൻ്റെ ടെൻഡർ ഓരോ കായലുമായി ബന്ധിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാം. അങ്ങനെ പോകുമ്പോൾ അതിൻ്റെ പ്രത്യേകത, കുറേയേറെ ആളുകൾ നമ്മൾ മല കാണാൻ പോകും ഇല്ലേ? മനുഷ്യരെന്ന നിലയ്ക്ക് വിനോദത്തിൻ്റെ ഭാഗമായിട്ടുള്ള കടൽ കാണാൻ പോവും, മല കാണാൻ പോവും. പിന്നെ അങ്ങനെയുള്ള പിന്നെ ചില ആളുകളാണെങ്കിൽ തീർത്ഥാടനത്തിൻ്റെ ഭാഗമായിട്ടുള്ള അങ്ങനെയുള്ള മേഖലകളിലേക്ക് പോകും. അപ്പോൾ ഈ കായലിലൂടെ ഒരു സഞ്ചാരം ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്. പലരും നമുക്കറിയാം ഹൗസ് ബോട്ടൊക്കെ എടുത്ത് പോകുന്നുണ്ടല്ലോ. ഇതൊരു ദീർഘമായ ഒരു യാത്ര, ഒരു കുടുംബമൊക്കെ ആയിട്ട് 2-3 ദിവസമൊക്കെ വേണമെങ്കിൽ കേരളത്തിന് അറ്റം തൊട്ട് ഇങ്ങറ്റം വരെ പോകാവുന്ന രീതിയിൽ. ഇതിൻ്റെ ഇടയിൽ ഇടത്താവളങ്ങൾ. അപ്പോൾ അവിടെയൊക്കെ ചെറിയ ചെറിയ ഒരു പിന്നെ ജീവിതങ്ങൾ രൂപപ്പെട്ട് വരും. അതാണ് പ്രത്യേകത. നാശകോശമായി കിടക്കുകയാണെങ്കിൽ കായലുകളൊക്കെ ചണ്ടി പിടിച്ച് പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ വലിച്ചെറിഞ്ഞ് അവരുടെയൊക്കെ എടുക്കും. അത് വൃത്തിയായി സൂക്ഷിച്ച് സംരക്ഷിച്ച് അതിലൂടെ സഞ്ചാരം ഒരുക്കുമ്പോൾ കുറേയേറെ ആളുകൾ അതിലൂടെ പോകും. നമ്മുടെ റോഡിലുള്ള വാഹനങ്ങളെല്ലാം പോയിട്ടല്ല, കുറച്ച് മനുഷ്യർ അതിലൂടെ യാത്ര ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ എവിടെയെങ്കിലും ചെന്ന വാഹനം വേണമെങ്കിൽ അവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ പഴയകാലമല്ലല്ലോ, സൗകര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഈ വാഹനം മുഴുവൻ ഓടിച്ച് നടക്കേണ്ട കാര്യമില്ല. അപ്പോൾ കായലിലൂടെ ടൂറിസ്റ്റുകളെ ആകർഷിക്കാനും കായൽ ടൂറിസം ശക്തിപ്പെടുത്താൻ വേണ്ടിയും അതും ഒരു യാത്രാ സൗകര്യം കൊടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മുടെ നാടിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള വ്യവസായ വികസനത്തിന്, തൊഴിൽ സാധ്യതയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് റോഡ് വികസനം. അതിനാണ് ഈ സർക്കാർ പ്രാമുഖ്യം കൊടുത്തത്. അതുകൊണ്ടാണ് ഈ 10 വർഷം കൊണ്ട് അല്ലേ ഇപ്പോൾ അധികം മാറ്റങ്ങളുണ്ടായത്. ഈ കിഫ്ബി പദ്ധതി കൊണ്ട് രാമചന്ദ്രൻ പറഞ്ഞ പോലെ നമുക്ക് കൺമുമ്പിലുണ്ട് വികസനം. അത് നമുക്ക് ആർക്കും കാണാതിരിക്കാൻ കഴിയാത്ത ഒന്ന് തന്നെയാണ്. അപ്പോഴും ഈ കിഫ്ബി പദ്ധതിയിലൂടെ ഒരുപാട് പണം ചെലവഴിച്ചു എന്ന് പറയുമ്പോഴും 15ാമത് നിയമസഭയിൽ അംഗമായിരുന്ന ഒരു ആളെന്ന നിലയിൽ ചോദിക്കുകയാണ്, ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ വലിയൊരു ആരോപണം എന്ന് പറയുന്നത് കേരളം വലിയ കടക്കെണിയിലായിരിക്കുന്നു എന്ന് പറയുന്നു. അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? ഒരടിസ്ഥാനമില്ല. ഒരടിസ്ഥാനത്തില്ലാത്ത കാര്യങ്ങൾ പ്രതിപക്ഷം പറഞ്ഞിരിക്കുക എന്നല്ലാതെ ഒരു കാര്യമില്ല. ഈ കടക്കണിയിലാണ് എന്ന് പറയുന്നവർ ഇന്ത്യ ഗവൺമെൻറ്റിന് എത്ര ലക്ഷം കോടിയെ കടന്നറിയും? 262 ലക്ഷം കോടി. 262 ലക്ഷം കോടി രൂപ ഇന്ത്യ ഗവൺമെൻറ് ഇങ്ങനെ കടമെടുത്ത് കൂട്ടുക. ആവറേജ് നോക്കുമ്പോൾ കേരളത്തിലില്ല. കേരളം മറ്റ് സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ കടത്തിൻ്റെ കാര്യത്തിൽ മെച്ചപ്പെട്ട സ്ഥിതിയിലാണ് ഇവിടെ നിൽക്കുന്നത്. അവിടെയാണ് ഇനി കടമെടുത്ത് മനുഷ്യരെ സഹായിക്കാണ്ടിരിക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് നാനാതരത്തിലുള്ള ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നത്. GST വഴി മുഴുവൻ നികുതി ഏകീകരിച്ച് അങ്ങോട്ട് കൊണ്ടുപോവുക, അതിൻ്റെ വിഹിതം തരാണ്ടിരിക്കുക. ധനകാര്യ കമ്മീഷൻ അതിൻ്റെ വിഹിതം തരാണ്ടിരിക്കുക. പിന്നെ ഓരോ പദ്ധതികളുണ്ട്. ഇപ്പോൾ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുണ്ട്. ഇപ്പോൾ നമ്മുടെ NHM, അതുപോലെ തന്നെ ആശാ വർക്കേഴ്സ്, അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ്, നമ്മൾ സ്കൂൾ ഉച്ചഭക്ഷണം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുണ്ട്. അത് സെൻട്രലൈസ്ഡുള്ള അവരുടെ പദ്ധതിയാണ്. അതിൻ്റെ എല്ലാം വിഹിതം കൊടുക്കേണ്ടതും അവയെ തൊഴിലാളികളായിട്ട് അംഗീകരിക്കേണ്ടതും മാന്യമായ വേതനം കൊടുക്കേണ്ടതും സെൻട്രൽ ഗവൺമെൻറ്റാണ്. സെൻട്രൽ ഗവൺമെൻറ് അവരുടെ പേര് മാത്രമേ ഉള്ളൂ, എന്നാൽ അവരുടെ പദ്ധതിയാണെന്ന് പറഞ്ഞ് കുട്ടി ആഘോഷിച്ച് നടക്കുകയും ചെയ്യും. ആയിക്കോട്ടെ, പക്ഷെ അതിന് തുച്ഛമായൊരു വിഹിതം ഉണ്ട് അവർ തരണത് അവരുടെ പദ്ധതിക്ക്. ബാക്കിപ്പോൾ ഒരു ഉദാഹരണത്തിന് അംഗൻവാടിക്ക് വർക്കേഴ്സിനൊക്കെ 2000 റുപ്യാണ് അവരുടെ വിഹിതമുള്ളത്. ആ 2000 റുപ്യ കുടിച്ച് കിട്ടിയിട്ട് നമ്മൾ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. ബാക്കിയല്ലേ നമ്മൾ ഈ 13,000 റുപ്യ കൊടുക്കുന്നത്, അഡീഷണൽ കൊടുക്കുകയാണ്. ഇപ്പോൾ ആശാ വർക്കർമാർ ഈ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വേതനം കൊടുക്കുന്ന ഒരു പിന്നെ വേതനമല്ല ശരിക്കും അവർ കേന്ദ്ര ഗവൺമെൻറ് പറയും ഓണററിയാണ്. വേതനമായിട്ട് കൊടുക്കണം നമ്മൾ പറയണത്. അവരെ തൊഴിലാളിയായിട്ട് അംഗീകരിക്കണം. ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതി എല്ലാവരെയും തൊഴിലാളിയാണ്, അവർ പണിയെടുക്കുന്നവരാണ്. തൊഴിലാളിയാവുമ്പോൾ
തൊഴിലാളികളുടേതായിട്ടുള്ള ആനുകൂല്യങ്ങൾ അവർക്ക് കിട്ടും അല്ലേ. തൊഴിലാളിയാവുമ്പോൾ തൊഴിലാളിയുടെ പിന്നെ സേവന വേതന വ്യവസ്ഥകൾ, അവർക്കുള്ള തൊഴിൽ സുരക്ഷ, അതുപോലെ തന്നെ അവരുടെ ഹെൽത്ത്, അങ്ങനെ തന്നെ ഹെൽത്ത് കെയർ, അങ്ങനെ പലതുണ്ടല്ലോ, ഗ്രാറ്റുവിറ്റി, PF, അങ്ങനെ തുടങ്ങിയുള്ള പലതുമുണ്ട്. അപ്പോൾ ഒരു തൊഴിലാളി എന്ന പരിഗണന നൽകണം എന്നാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ ഇരിക്കെ അവർ തുച്ഛമായ ഒരു പണം നൽകി അവരുടെ പദ്ധതിയായിട്ട് കൊണ്ടു നടക്കുമ്പോൾ ആ തുച്ഛമായ പണം കുടിശ്ശിയിട്ടാണ്. അപ്പോൾ കേന്ദ്രം അങ്ങനെയൊക്കെ സംസ്ഥാന സർക്കാരിന് ഞെരുക്കി സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ ജനക്ഷേമ വികസന പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ മുടങ്ങുമല്ലോ. അത് കൊട്ടിയാഘോഷിച്ച് പ്രചരിപ്പിച്ച് LDF-നെ അങ്ങോട്ട് തളർത്തിക്കളയാം, തോൽപ്പിച്ച് കളയാം എന്നാണ് BJP കരുതിയത്. കോൺഗ്രസ് ആണെങ്കിൽ അതിന് പിന്നാലെ കൂടി ഈ കേരളം അങ്ങോട്ട് തുലഞ്ഞോട്ടെ, ജനങ്ങളങ്ങനെ തുലഞ്ഞാലും കുഴപ്പമില്ല, അവർക്ക് അധികാരം കിട്ടണമെന്ന കാര്യമുള്ളൂ. ജനങ്ങളെക്കുറിച്ചൊരു കമ്മിറ്റ്മെൻ്റ് ഉള്ളവരാണെങ്കിൽ കോവിഡിൻ്റെ കാലത്ത് നമ്മൾ കണ്ടു, പ്രളയകാലത്ത് കണ്ടു അല്ലേ. 843 കോടി രൂപയാണ് ഈ കേരളത്തിലുള്ള മലയാളികൾ, പുറത്തുള്ളവർ, UAE ബേസ് ചെയ്തിട്ടുള്ള സംഘടന, അവർ സമാഹരിച്ച് നമുക്ക് തരാൻ വേണ്ടി തയ്യാറായത്. കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞു അത് വാങ്ങാൻ പാടില്ല, കോൺഗ്രസ് പറഞ്ഞു അത് വാങ്ങാൻ പാടില്ല, ജീവനക്കാരോട് പറഞ്ഞു നയാ പൈസ കൊടുക്കാൻ പാടില്ല. നമ്മൾ ഈ പ്രളയത്തെ അതിജീവിച്ചില്ലേ, കോവിഡിനെ അതിജീവിച്ചില്ലേ. ഇങ്ങനെ ഈ രണ്ട് കൂട്ടരും കേരളത്തിലെ വികസനത്തെ എങ്ങനെ തടസ്സപ്പെടുത്താം, അതിന് ഫണ്ട് ആദ്യ റൗണ്ടിൽ വിചാരിച്ച് 5 വർഷം കഴിയുമ്പോൾ മാറുമല്ലോ, 5 വർഷം കഴിയുമ്പോൾ അവരാണ് വരാൻ പോകണമെന്ന് അവർ ചിന്തിച്ചത്. അങ്ങനെയാണല്ലോ ജനങ്ങളുടെ. പക്ഷെ ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇവർ ചെയ്യുന്നത് ജനങ്ങൾ കണ്ടു, ജനങ്ങളതിന് പ്രതികരിച്ചു. ഇപ്പോഴതിനെ ഉണ്ടായത് ഇത്രയേറെ സാമ്പത്തിക ഞെരുക്കമുണ്ടാക്കി ഇതെല്ലാം ചെയ്തിട്ട് എന്തുണ്ടായി? തളർത്താൻ പറ്റിയില്ല. എന്തെങ്കിലും കുറവുണ്ടായിട്ടുണ്ടോ കേരളത്തിൽ? ഏതെങ്കിലും റോഡ് പണി നിർത്തിവെച്ചിട്ടുണ്ടോ? ഏതെങ്കിലും കെട്ടിട പണി നിർത്തിവെച്ചിട്ടുണ്ടോ? പെൻഷൻ മുടങ്ങിയിട്ടുണ്ടോ? ഇല്ലേ? ആരോഗ്യ വകുപ്പിൻ്റെ കീഴിലുള്ള ആശുപത്രികളിൽ മരുന്നില്ലാത്ത പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ. അതാണ് LDF. ഇവിടെ കൃത്യമായ ഇടപെടലുകൾ ഭരണകാര്യങ്ങളിലാണ് കേന്ദ്രീകരിക്കുന്നത്, ജനങ്ങളുടെ വിഷയങ്ങൾ ചർച്ച ചെയ്ത് പോകുന്നത്. നിങ്ങൾ നോക്കൂ, ഇവർ പറഞ്ഞല്ലോ, താങ്കൾ പറഞ്ഞല്ലോ ഇപ്പോൾ UDF പറയണത് പിന്നെ ഈ കടക്കണിയിലായ ആണെന്ന് ഇവർ പറയുന്ന, അങ്ങനെയാണെങ്കിൽ ഇവരിതിൻ്റെ നേരിടെടുക്കാൻ വരണം. ഇവരെ കൊണ്ട് എന്ത് കൂട്ടിക്കൂടും? 600 രൂപ പെൻഷൻ കൊടുക്കാൻ പറ്റാണ്ട് 18 മാസം കുടിശ്ശിയിട്ട ആളുകൾക്ക് എന്തും പറയാം. മനസ്സിലാവണ്ട. LDF-ൻ്റെ പ്രകടന പത്രിക ഇന്ന് പുറത്തിറങ്ങും. അതെന്താണെന്നുള്ളത് ഞാൻ കണ്ടിട്ടില്ലല്ലോ, അത് പുറത്തിറങ്ങുമ്പോൾ അറിയാം. LDF ചെയ്യാൻ പറ്റാവുന്നതേ പറയൂ, ആ പറഞ്ഞ കാര്യം ചെയ്തിരിക്കും. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഇലക്ഷന് മുമ്പ് ഒരു പ്രകടന പത്രിക ഇറക്കിയാൽ അത് പറഞ്ഞത് ഇലക്ഷന് വേണ്ടിയുള്ള പ്രകടന പത്രിക എന്ന് പറയുന്നവരാണ് കോൺഗ്രസും BJP. പിന്നെ അത് അവർ കണ്ടിട്ടുണ്ടാവില്ല. പിന്നെ അത് ഞങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യം അവർ മനസ്സിലാക്കുന്നത്. നിങ്ങൾ പ്രകടന പത്രികയിൽ ഇങ്ങനെ പറഞ്ഞില്ലേ? ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഒരു ഘട്ടത്തിൽ പറഞ്ഞു 15 ലക്ഷം രൂപ വീതം ഓരോരുത്തരുടെ ബാങ്കിലെ അക്കൗണ്ടിലേക്ക് വരും എന്ന് പറഞ്ഞു BJP ഇല്ലേ. അത് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? അതൊക്കെ ഒരു ഇലക്ഷൻ സ്റ്റണ്ടല്ലേ എന്നാണ്. ഇലക്ഷൻ കാലത്ത് ഇങ്ങനെ പലതും പറയുന്നതാണ് BJPയും കോൺഗ്രസും പറയുന്നത്. അതുപോലെയല്ല LDF. 900 ഇനം ഞങ്ങൾ നടത്തുമെന്ന് പറഞ്ഞാൽ എത്ര ഇനം നടത്തി എന്ന് ജനങ്ങളോട് ഞങ്ങൾ അറിയിക്കുകയാണ്. ഇന്ന കാര്യം നടത്തി ജനങ്ങളുടെ മുമ്പിലല്ലേ. അന്നപ്പോൾ അവർക്ക് പറയാമല്ലോ ഇന്ന കാര്യം നടത്തി എന്ന് പറയുന്നത് തെറ്റാണ്, ഇന്ന കാര്യം നടത്തി എന്ന് പറയുന്നത് തെറ്റാണ് എന്നവർക്ക് ചൂണ്ടിക്കാണിക്കാമല്ലോ. കഴിഞ്ഞിട്ടില്ല, ചൂണ്ടിക്കാണിക്കാം അവർക്ക് അല്ലേ. അതല്ല ചെയ്യണത്. പിന്നെ ഈ കടക്കണി എന്ന് പറഞ്ഞ് ആളുകളെ വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കാൻ നോക്കുകയാണ് അവർ. ഇവിടെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ ഒപ്പം നിന്ന് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക. ഇനി ഇവർ ഈ കടക്കണി ഉള്ള ഒരു ഖജനാവും കൊണ്ട് നടക്കാൻ വേണ്ടി എന്തിനു ഇവരത്തെ തല്ലുകൊണ്ട് കിടന്നിട്ട് റോട്ടിൽ മുഴുവാടിയാണല്ലോ. സീറ്റിന് വേണ്ടി അടി, സീറ്റിന് വേണ്ടി കോഴ, ചിഹ്നത്തിന് വേണ്ടി കോഴ നമ്മൾ കാണുകയല്ലേ കേരളത്തിൽ. ഇവർക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവരുടെ കാലങ്ങളൊക്കെ, പഴയ കാലങ്ങളൊക്കെ ആളുകൾക്ക് ഓർമ്മയുണ്ട്. ഈ 900-ഓളം വാഗ്ദാനങ്ങളാണ് LDF സർക്കാർ നേരത്തെ പറയുകയും ഇപ്പോൾ കൃത്യമായി പ്രോഗ്രസ് കാർഡ് മുഖ്യമന്ത്രി തന്നെ 850-ഓളം പദ്ധതികൾ പൂർത്തീകരിച്ചതായി. അതൊരു വലിയ നേട്ടം തന്നെയാണ്. മുൻപ് സർക്കാരുകൾക്ക് പറ്റാത്തൊരു കാര്യമാണ് ജനങ്ങൾക്ക് മുമ്പിൽ ഒരു പ്രോഗ്രസ് കാർഡ് വയ്ക്കുക എന്ന് പറയുന്നത്. KK രാമചന്ദ്രൻ എന്ന MLA പുതുക്കാട് നിയോജകമണ്ഡലത്തിൻ്റെ MLA ആയി 5 വർഷം മുമ്പ് വരുമ്പോൾ മനസ്സിൽ കണ്ട പദ്ധതികൾ, അത് 5 വർഷം കൊണ്ട് ചെയ്യാൻ ഉദ്ദേശിച്ച പദ്ധതികൾ, അത് എത്രത്തോളം നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായിരുന്നു
10-25 വർഷമായി നമ്മുടെ നിയോജകമണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു പദ്ധതിയായിരുന്നു. എല്ലാ ഇലക്ഷൻ കാലത്തും നോട്ടീസും ബോർഡൊക്കെ വരുന്ന ഒരു കാര്യമായിരുന്നു തോട്ടുമുഖൽ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി. ഒന്ന്, ജനങ്ങളുടെ കൃഷിയിടങ്ങൾ, ജലസേചന സൗകര്യങ്ങൾ ഒരുക്കുക, കൃഷിയിടങ്ങൾ സംരക്ഷിക്കുക, അതോടൊപ്പം കുടിവെള്ള സ്രോതസ്സുകൾ സംരക്ഷിക്കുക. അതിന് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ തോട്ടുമുഖൽ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി. അത് കുറുമാലിപ്പുഴ, അതായത് ചിമ്മിനി ഡാമിൽ നിന്ന് ഒഴുകി അവിടെ നിന്ന് വരുന്ന വെള്ളം, പല വഴികളിലൂടെ വരുന്ന വെള്ളം കുറുമാലിപ്പുഴയുടെ ഭാഗമായിട്ടുള്ള അവിടെ നിന്ന് പമ്പ് ചെയ്ത് അത് ചാടിച്ച് ജലസേചന കനാൽ വഴി അളകപ്പനകർ, വരന്തരപ്പള്ളിയുടെ ചെറിയൊരു പോർഷൻ, തൃക്കൂരിൻ്റെ ഒരു ചെറിയ പോർഷൻ, ഇങ്ങനെ വരുന്ന 3-4 പഞ്ചായത്തുകളിലൂടെ ഒഴുകി വരുന്ന ആ പദ്ധതി. അതിന് പല തടസ്സങ്ങളായിരുന്നു. എല്ലാ തടസ്സങ്ങളെയും ജനങ്ങൾ അണിനിരത്തി, ജനപ്രതിനിധികൾ അണിനിരത്തി, പൊതുപ്രവർത്തകർ അണിനിരത്തി, ഉദ്യോഗസ്ഥരെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അത് നമുക്ക് നടത്തി തീർക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് ഏറ്റവും വലിയ വിജയം. കഴിഞ്ഞിട്ടില്ല. അത് ഒന്നാം ഘട്ടത്തിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടാം ഘട്ടം ഇവിടെ കമ്മീഷൻ ചെയ്തു. ഒന്നാം ഘട്ടം വെള്ളം ചാടിച്ച് ആ ചാടിക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട ജലസേചന വകുപ്പ് മന്ത്രി, ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റീൻ ആ ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് 50 ലക്ഷം രൂപ അതിന് എക്സ്റ്റൻഷന് വേണ്ടിയിട്ട് വേലുപാടത്തെ പാലാമ്പ്ര മഠത്തിൻ്റെ അവിടെയുള്ള പാലാമ്പ്ര കുന്നിലേക്ക് എക്സ്റ്റൻഷന് വേണ്ടി 50 ലക്ഷം രൂപ വെച്ചു. അവ പാലാമ്പ്ര കുന്നിലേക്കും വെള്ളം ചാടിച്ചു. അപ്പോൾ വളരെ പ്രധാനപ്പെട്ടൊരു പദ്ധതി, മുടങ്ങിക്കിടന്ന പദ്ധതി പൂർത്തീകരിക്കും. അത് വളരെ പ്രധാനപ്പെട്ടത്. കച്ചേരിക്കടവ് അപ്രോച്ച് റോഡ്, ഇതുപോലെ തന്നെ 2 മേഖലകൾ, മുപ്പളിയ മേഖല, മുത്തുമല, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഇഞ്ചകൊണ്ട് അവിടെ നിന്നുള്ള ആളുകൾക്ക് വരുന്നുണ്ട്. വേലുപാടം പൗണ്ടിലേക്ക് എത്താനും പൗണ്ടിൽ നിന്ന് മുപ്പളിയത്തേക്ക് പോകാനുള്ള വലിയൊരു റോഡ്, അപ്രോച്ച് റോഡിൻ്റെ, അതുപോലെ തന്നെ ഭൂമി ബന്ധപ്പെട്ട കുറേയേറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളിലും ഇടപെട്ട് പരിഹരിക്കാൻ കഴിഞ്ഞു. അത് ഞാൻ പറഞ്ഞു, മുടങ്ങിക്കിടന്ന പല പദ്ധതികളും, എത്രയേറെ പദ്ധതികൾ നമ്മളിവിടെ പൂർത്തീകരിച്ചു, എത്രയേറെ പദ്ധതികൾ ഇവിടെ തുടങ്ങി വെച്ചു. നിങ്ങൾ നമ്മുടെ ഈ നിയോജക മണ്ഡലത്തെ പ്രധാന PW റോഡുകൾ നോക്കി. സംസ്ഥാന സർക്കാർ ലക്ഷ്യം വെച്ചത് പൊതുമരാമത്ത് റോഡ് വകുപ്പിൻ്റെ റോഡുകളുടെ 50% BMBC ആക്കുകയാണ് എന്നതാണ്. ആധുനിക രീതിയിലുള്ള മികച്ച റോഡുകളാക്കുക എന്നതാണ്. ഒരു 6-7 വർഷമൊക്കെ നിലനിൽക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള റോഡുകളാക്കുക എന്നതാണ് ഉദ്ദേശിച്ചത്. 50%, അപ്പോൾ 60%. പുതുക്കാട് നിയോജക മണ്ഡലത്തിൽ 85% കഴിഞ്ഞു. ഇപ്പം എൻ്റെ വീട് ഈ തലവണിക്കരയല്ലേ, നെന്മണിക്കര പഞ്ചായത്തിലാണ്. ഇവിടുന്ന് ഈ തലൂരിൽ നിന്ന് അങ്ങോട്ട് പോകുന്ന വല്ലച്ചിറയ്ക്ക് പോകുന്ന റോഡ് BMBC ആക്കി ഇപ്പോൾ നമ്മൾ അടുത്താണ് ഉദ്ഘാടനം കഴിഞ്ഞ് ഉയർത്തി പണി പൂർത്തീകരിച്ചത്. പിന്നെ അവിടെ നിന്ന് കിടന്ന പാലേക്കിന് നേരെ അറവക്കാടേക്ക് പോകുന്ന റോഡ് BMBC. തൊട്ടപ്പുറത്ത് അങ്ങോട്ട് കടന്ന പുതുക്കാട് നിന്ന് പാഴായി വഴിക്ക് കടലാശ്ശേരി വഴിക്ക് ഊരകത്തേക്ക് പോകുന്ന റോഡ് BMBC. പാഴായി നിന്ന് വരുമ്പോൾ അങ്ങനെ തന്നെ ചെറുവാള് വഴിക്ക്, തൊട്ടിപ്പാട് വഴിക്ക്, നെടുമ്പാട് വഴിക്ക്, ഇരിഞ്ഞാലോടേക്ക് പോകുന്ന റോഡ് BMBC. തൊട്ടപ്പുറത്ത് കടന്ന കുറുമാലിയിൽ നിന്ന് മുളങ്ങ്, തൊട്ടിപ്പാട് മുളങ്ങ് ആ റോഡ് 10 കോടി രൂപയിൽ ഇപ്പോൾ നമ്മൾ നവീകരിച്ചതാണ് BMBC. തൊട്ടപ്പുറത്ത് കടന്ന നന്ദിക്കിരുന്ന് നേരെ അങ്ങനെ കടന്ന പറപ്പുകര വഴിക്ക്, നെടുമ്പാട് വഴിക്ക്, മാപ്രാണം വഴിക്ക് BMBC. തൊട്ടപ്പുറം കടന്ന നെല്ലായിൽ നിന്ന് മുരിയാട് ആനന്ദപുരം റോഡ് BMBC. വണ്ണമ്പട്ടേക്ക് പിന്നെ വട്ടനാത്രയിൽ നിന്ന് പൂക്കോട് വഴിക്ക് വരാക്കര പള്ളി വരെ പോകുന്ന ആ റോഡ് ഇപ്പോൾ BMBCയിൽ നവീകരിക്കുക. ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ 1,77,00,000 രൂപ അനുവദിച്ച് ഈ മണലിൽ നിന്ന് തൃക്കൂർക്ക് പോകുന്ന ഒരു PW റോഡുണ്ട്. അതിൻ്റെ ഒരു ഭാഗം BMBC ആക്കാൻ വേണ്ടി 3-4 കൽവർട്ടുകൾ, ഒരു വലിയ കൽവർട്ടും 2 വലിയ കൽവർട്ടും 2 ചെറിയ കൽവർട്ടുകളും പുതുക്കി പണിയുന്ന ഉൾപ്പെടെ തയ്യാറാക്കി BMBCയിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ മാട്ടുമലയിൽ നിന്ന് വരുന്നൊരു PW റോഡുണ്ട്, അവിടേക്ക് 1.5 കോടി രൂപ കൊടുത്തു BMBC ആക്കാനാണ്. പിന്നെ നമ്മുടെ മണ്ഡലത്തിൽ ആദ്യമായി ഒരു ഗ്രാമവാർഡ് പഞ്ചായത്തിൻ്റെ റോഡ് BMBC ആക്കാണ്. ശബരിമല തീർത്ഥാടന പാക്കേജ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 6 കോടി രൂപ അനുവദിച്ചു. ആ 6 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ടെൻഡർ എടുത്തു, കരാറുകാരൻ വന്നു, അതിൻ്റെ നിർമ്മാണം ആരംഭിച്ചു. ആ റോഡ് കോടാലി ഓവുങ്കലിൽ നിന്ന് ഇങ്ങനെ ചെമ്പുച്ചിറ വഴിക്ക്, കൊരച്ചാൽ ചെമ്പുച്ചിറ നൂലുവടി വരുന്ന ആ റോഡിന് BMBC ആക്കണം, ഗ്രാമീണ റോഡ്. ഇനി കുറച്ച് റോഡുകൾ BMBC ആക്കാനുണ്ട്, ചെറിയ റോഡുകൾ. പ്രധാന 2-3 റോഡുകളുണ്ട്. ഒന്ന് നമ്മുടെ പുതുക്കാട്, ചെങ്ങാലൂർ, നന്ദിപുരം, നാടിപ്പാറ, ഇഞ്ചകുണ്ട്, മുപ്പളിയം, ഇഞ്ചകുണ്ട്, കോടാലി വരെയുള്ള റോഡ്. ആ റോഡ് 20 കിലോമീറ്റർ മേലെയുണ്ട്. ആ റോഡിന് 73 കോടി രൂപയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ കിഫ്ബി ഫണ്ട് അനുവദിച്ചത്, GST ഉൾപ്പെടെ.
അതിൻ്റെ ടെൻഡർ നടപടി പൂർത്തീകരിച്ച് ബാബു കൺസ്ട്രക്ഷൻ കമ്പനി അതിൻ്റെ കരാറെടുത്തു. അവർ നിർമ്മാണം ആരംഭിച്ചു. ഇപ്പോൾ ആദ്യം അവർ പാച്ച് ചെയ്തേക്കാണ്. ഇപ്പോൾ ഈ ഇലക്ഷൻ കഴിയാണ്ട് പൊളിച്ചിട്ടില്ലേ അവർ. അതിനെ കുറച്ച് കുറ്റിയൊക്കെ വയ്ക്കേണ്ട പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ജനപ്രതിനിധികളുടെ സഹായം വേണം. ഇപ്പോൾ അവരൊക്കെ നോട്ടീസ് കൊണ്ട് നടക്കണമല്ലോ അവരും. അപ്പോൾ അതിനുള്ളിലൊരു കച്ചറ ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ അത് ചെയ്യാണ്ടിരിക്കണത്. ഏറ്റവും മികച്ച റോഡാണ് ചെയ്യണത്. അത് ഇതുപോലെ തന്നെ ഏറ്റവും ഉയർന്ന ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ചിട്ടുള്ള റോഡ് നിർമ്മാണ രീതിയാണ് അവിടെ അവലംബിക്കുന്നത്. ഇവിടെയുള്ള ടാറും മണലും മെറ്റലും മണ്ണും എല്ലാം എടുത്ത് വീണ്ടും അത് കുഴച്ചാൽ സിമൻറ്റ് ചേർത്ത് പുതിയ രീതിയാണത് റോഡ് പണിയുന്നത്. 40 കൽവെട്ടുകളാണ് അതിൽ പുതുക്കി പണിയുന്നത്. 40 എണ്ണം. ഈ ചെറിയ കൽവെട്ടുകൾ അതിനടിയിലൊക്കെ മണ്ണും മണലൊക്കെ വന്ന് അടിഞ്ഞിരിക്കുക, വെള്ളമൊക്കെ പോകാൻ പറ്റാത്ത പ്രശ്നങ്ങൾ അതൊക്കെ പരിഹരിക്കാവുന്ന. ഇപ്പോൾ ഇലക്ട്രിക് പോസ്റ്റൊക്കെ മാറ്റിയിട്ട് തുടങ്ങി. പിന്നെയുള്ളത് നമുക്ക് പാലപ്പള്ളിയിൽ നിന്ന് നമ്മൾ ചിമ്മിനി ഡാം വരെയുള്ള റോഡ് BBC ആക്കിയതാണ്. അത് ഈ കാലയളവിലാക്കിയതാണ്. പിന്നെ ഇത് പുതുക്കാട് നിന്ന് ചുങ്കം വഴി ഞങ്ങളുടെ അവിടെ CPMൻ്റെ ഓഫീസിൻ്റെ മുമ്പിലുള്ള വഴി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവിടെ നിന്നുള്ള വഴിയൊക്കെ എങ്ങനെയായിരുന്നു? തവള കുഞ്ഞുങ്ങളിനെയായിരുന്നു അറിയാത്. അവിടെ നിന്ന് അങ്ങനെ ചുങ്കം വരെ അവിടെ ഷോർട്ട് കട്ടാണ് കാഞ്ഞൂർ ചുങ്കം വഴിയുള്ള റോഡ്. ഇനി കുറച്ച് ചെറിയ റോഡുകൾ ബാക്കിയുണ്ട്. ഇത് യുദ്ധകാലാടിസ്ഥാനത്തിലാണ് ഈ നിയോജകമണ്ഡലത്തിലെ എല്ലാ PW റോഡുകളും BMBC ആക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. അത് വലിയ മാറ്റമാണ്. ഇപ്പോൾ 5 വർഷം കൊണ്ട് തൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ച് കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഈ പഞ്ചായത്ത് റോഡുകളടക്കം MLA ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം പുതുക്കാട് നിയോജക മണ്ഡലത്തിൽ തൃക്കൂർ പഞ്ചായത്ത് UDF ആണ് ഭരിച്ചിരുന്നത് ഈ 5 വർഷക്കാലം. പുതുക്കാട് പഞ്ചായത്ത് UDF ആണ് ഭരിച്ചിരുന്നത്. ഏതെങ്കിലും തരത്തിൽ MLA ഫണ്ട് വിനിയോഗിക്കുന്ന കാര്യത്തിൽ ഈ പഞ്ചായത്തുകൾ ഏതെങ്കിലും തരത്തിൽ വീഴ്ചകൾ വരുത്തിയതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്? വീഴ്ചകളൊക്കെ ഉണ്ട്. അതൊന്നും ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ഇലക്ഷൻ ഘട്ടത്തിൽ ഞാനത് പറയുന്നില്ല. അത് പറയുന്നത് ഉചിതമല്ല എന്നൊക്കെ ഞാൻ കരുതുകയാണ്. കാരണം ഫണ്ട് കൊടുക്കുന്നത് പഞ്ചായത്തുകൾക്കാണ്, പഞ്ചായത്തിൻ്റെ റോഡിലേക്ക് അല്ലേ. ആ പഞ്ചായത്ത് റോഡിന് അവിടുത്തെ ജനപ്രതിനിധി ആവശ്യപ്പെട്ട് പൊതുപ്രവർത്തകർ ആവശ്യപ്പെട്ട് അത് വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമായതുകൊണ്ടാണ് നമ്മൾ ഫണ്ട് കൊടുക്കുന്നത്. ഇപ്പോൾ MLA ഫണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ MLA ഫണ്ട് കൊടുത്താൽ അത് MLAയുടെ ഫണ്ടാണ്, MLAയുടെ റോഡാണെന്ന് പറഞ്ഞ് മാറി നിൽക്കലല്ലോ വേണ്ടത്. അങ്ങനെയും ചിലയിടങ്ങളിലുണ്ടായിട്ടുണ്ട്. ചില ജനപ്രതിനിധികൾ മാതൃകാപരമായിട്ട് ഇടപെട്ട ജനപ്രതിനിധികളുണ്ട്. അത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഇടപെട്ട ജനപ്രതിനിധികളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മറ്റത്തൂരിൽ നടന്ന LDFൻ്റെ റാലി അതൊരു വലിയ ശക്തി പ്രകടനമായി മാറുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഈ മറ്റത്തൂർ പഞ്ചായത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ BJP പറയുന്ന ഒരു കാര്യമുണ്ട്. BJPയുടെ ഒരു കരുനീക്കമാണ്, രാഷ്ട്രീയ കരുനീക്കം. അത് വിജയം കണ്ടു. LDFനെ വെട്ടുക, ഒപ്പം UDFനെ പ്രതിരോധത്തിലാക്കുക. ആ രാഷ്ട്രീയ കരുനീക്കമാണ് BJP നടത്തിയത്. അത് വിജയം കാണുകയായിരുന്നു മറ്റത്തൂരിൽ എന്നാണ്. എന്താണ് മറ്റത്തൂരിൽ സംഭവിച്ചത്? അല്ല, മറ്റത്തൂരിൽ കൃത്യമല്ലേ, LDF അല്ല അവിടെ ജയിച്ചത്. ഓരോ കക്ഷികൾ നോക്കുമ്പോൾ LDF അല്ല അവിടെ ജയിച്ചത്. 24 സീറ്റിൽ 10 സീറ്റ് LDF നേടി. LDF ജയിച്ചു അല്ലേ. 8 സീറ്റ് UDF, 2 സീറ്റ് LDFനെ UDFനെ തോൽപ്പിച്ച് 2 സ്വതന്ത്രന്മാർ അല്ലേ. BJPക്ക് 4 സീറ്റ്. അപ്പോൾ ആരാ ജയിച്ചത്? 8 വലുത് 10 വലുത്? LDF ആണ്. പിന്നെ LDFനെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള പല രീതിയിലുള്ള പ്രചരണങ്ങളും കള്ളപ്രചരണങ്ങളും ഒക്കെ വ്യാപകമായി സംഘടിപ്പിക്കപ്പെട്ടു. അതുപോലെ തന്നെ ചില അണ്ടർസ്റ്റാൻഡ് ചില സ്ഥലങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ടും LDFനെ തോൽപ്പിക്കാൻ പറ്റിയില്ല. ഞങ്ങളുടെ സീറ്റ് കുറഞ്ഞു പോയത് തന്നെ അത് ഞങ്ങൾ അംഗീകരിക്കുന്നു. ഭരണം നടത്തേണ്ടത് LDF ആണ് അല്ലേ. ആ LDFനെ ഒഴിവാക്കാൻ വേണ്ടി BJP ഈ കോൺഗ്രസ്സുകാരായിട്ട് ജയിച്ചു വന്ന ആളുകളെ ഒക്കെ പിടിച്ചു എന്നാണ് അവർ പറയണത്. അല്ല, അത് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട്. അല്ല, അങ്ങനെയല്ല. അതിനവർ പറഞ്ഞത് ഡിമാൻഡ് ഉണ്ടായിരുന്നു ഈ കോൺഗ്രസ് നേതാക്കന്മാരോട്, നിങ്ങൾ കോൺഗ്രസിൽ നിന്ന് രാജിവെക്കണം എന്നാണ്. അങ്ങനെയാണ് 8 പേര് ഞങ്ങൾ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു എന്ന് പറയണത്. ആ രാജിവെച്ചു എന്ന് പറയുന്ന ആളുകളാണ് ഇപ്പോൾ UDF സ്ഥാനാർത്ഥിയുടെ കൂടെ നിന്ന് ഫോട്ടോ ഇട്ടുന്നത്. ഒരു നേരും നെറിവും വ്യവസ്ഥയില്ലാത്ത ഒരു കൂട്ടം മനുഷ്യർ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകന്മാരായി നടക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അവിടെ UDF അത് ചെയ്യാൻ പറ്റും. എന്താണെന്നറിയോ? അത് ജനങ്ങൾ പ്രതികരിച്ചോളും. ജനങ്ങൾ പ്രതികരിക്കുക തന്നെ ചെയ്യും. താങ്കൾ കണ്ടില്ലേ ഇപ്പോൾ അവിടുത്തെ മറ്റത്തൂരിൻ്റെ പ്രകടനം? മറ്റത്തൂരിലെ ക്രൗഡ് കണ്ടില്ലേ? ഇന്നലെ നടന്ന പൊതുപരിപാടിയിൽ ജനങ്ങൾ ഇളകി വരുന്നത് കണ്ടില്ലേ? അവിടെ ഈ കോൺഗ്രസ് BJP അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരായി കോൺഗ്രസിൻ്റെതായിട്ടുള്ള നല്ല സംസ്കാരമുള്ള കുറേ മനുഷ്യരുണ്ട്. അവരൊന്നും ഇത്തവണ UDFന് വോട്ട് ചെയ്യില്ല. BJP കോൺഗ്രസിൻ്റെ കെണിയിൽ പെട്ടെന്ന് കോൺഗ്രസ് പറയണു BJP ഞങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും കെണിയിൽ പെടുത്തിയെന്ന് പറയണു. 2 കൂട്ടർക്കും ഒരു ഗുണം ആ പഞ്ചായത്തിലുണ്ടാകാൻ പോകുന്നില്ല.
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ് അതിൻ്റെ ഗുണം ഉണ്ടാകുമ്പോൾ ആണത്. അത് നമുക്കിവിടെ കാണാം. ഇവിടെ UDF പറയുന്ന ഒരു ന്യായമുണ്ട് മറ്റത്തൂരിൻ്റെ സംബന്ധിച്ചിടത്തോളം. നേരത്തെ രാമചന്ദ്രൻ പറഞ്ഞ പോലെ 24-ൽ 10 സീറ്റ് LDF നേടിയതാണ്. പക്ഷെ എന്തുകൊണ്ട് LDF ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല എന്നതാണ് അവർ ചോദിക്കുന്ന ചോദ്യം. LDF ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥി LDF-ൽ നിന്ന് എന്തുകൊണ്ട് നിർത്തിയില്ല, ഒരു സ്വതന്ത്രനെ നിർത്തി? ഞങ്ങൾ ആലോചിച്ചത് 10 സീറ്റ് ഞങ്ങൾക്കുണ്ട്, അവിടെ ജനറൽ പ്രസിഡന്റാണ് വരേണ്ടത്. അപ്പോൾ ഒരു സ്വതന്ത്രനായി നിന്ന ആൾ ഞങ്ങൾക്ക് പിന്തുണ നൽകാമെന്ന് പറഞ്ഞാൽ, അദ്ദേഹം നേരത്തെ അവിടെ പ്രതിപക്ഷ നേതാവായിരുന്നു, നിരവധി തവണ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള ആളാണ്, ഒരു അനുഭവമുള്ള ഓരോ വ്യക്തി. അപ്പോൾ മാത്രമല്ല ഒരു ഭരണ സ്ഥിരതയും കൂടി ഉണ്ടായിക്കോട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവേണ്ട കാര്യമില്ല. അദ്ദേഹം നമ്മളെ പിന്തുണയ്ക്കാൻ തയ്യാറാണെങ്കിൽ, അത് വെറുതെ പറയണതല്ലല്ലോ, അദ്ദേഹം പിന്തുണയ്ക്കാൻ തയ്യാറാണെങ്കിൽ ഞങ്ങൾ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ആലോചിച്ചു. ഞങ്ങൾക്ക് സംവിധാനങ്ങളുണ്ട്. ആരെങ്കിലും വന്ന് 8 മണിക്ക് വന്ന് രാജികലാസ് എഴുതി മേടിച്ച് രാജിവെച്ചെന്ന് പറയുക, പിറ്റേ ദിവസം തൊട്ട് അവരോട് നടക്കുക, പരിപാടികളില്ല. ഞങ്ങൾ ആലോചിച്ചു അത് കുറച്ചും കൂടി നല്ലത്. അദ്ദേഹം ഒരു ഭരണപരിചയമുള്ള ഒരാളും കൂടിയാണ്, ഒരു ആക്ഷേപമില്ലാത്ത ഒരാളാണ്. പിന്നെ മാത്രമല്ല പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ മാന്യമായ രീതിയിൽ സഹകരിക്കുകയും പ്രതിഷേധിക്കേണ്ടടുത്ത് പ്രതിഷേധിക്കും വേണമല്ലോ, പ്രതിപക്ഷ നേതാവിൻ്റെ ഉത്തരവാദിത്തമാണല്ലോ. ആ നിലയൊക്കെ പൊതുവിൽ നിർവഹിച്ചൊരു വ്യക്തിയാണ് അദ്ദേഹം. ഇപ്പോൾ സ്വന്തമായി ജയിച്ചതാണ്, UDF-നും തോൽപ്പിച്ചതാണ്, LDF-നും തോൽപ്പിച്ചത്. അദ്ദേഹം കൂടി നമ്മുടെ കൂടെ ചേരുകയാണെങ്കിൽ അപ്പോൾ കുറച്ചും കൂടി ഭരണത്തിന് സൗകര്യമാണല്ലേ. അപ്പോൾ അദ്ദേഹം LDF ആവാൻ തീരുമാനിച്ചു. പിന്നെ LDF ആയി പിന്നെ LDF-ലെ തീരുമാനിക്കുക ആരെ പ്രസിഡന്റ് ആക്കണം എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് പ്രസിഡന്റ് ആക്കാൻ വേണ്ടി തീരുമാനിച്ചു. അദ്ദേഹത്തിന് പ്രസിഡന്റാക്കി. വൈസ് പ്രസിഡന്റ് CPM-ന്റെ തന്നെ ഒരു പ്രതിനിധി, അത് ധാരണയാക്കിയിട്ട് ചെയ്തതാണ്. ഇവർ തന്നെ ഞങ്ങൾ പിന്നെ സ്വതന്ത്രരാണെന്ന് പറയുന്നു, പിന്നെ പറയണു ഞങ്ങൾ അകത്താക്കി എന്ന് പറയണു, വീണ്ടും പറയണു പുറത്താക്കി എന്ന് പറയണു, ഞങ്ങൾ അകത്തും പുറത്തല്ല എന്ന് പറയണു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങൾ കാണില്ലേ? ജനങ്ങൾ ഒരു പ്രസ്ഥാനത്തെ വിശ്വസിച്ചിട്ട് വോട്ട് ചെയ്തിട്ട് അവർ ആ പ്രസ്ഥാനത്തെ വഞ്ചിച്ച് സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടി വർഗീയവാദികളുമായി സന്ധി ചെയ്ത് അവർക്ക് വേണ്ടി നിലപാട് സ്വീകരിക്കുന്ന ആളുകളായി മാറിക്കഴിഞ്ഞാൽ അവർ വെറുതെ നിൽക്കുമോ? ഇനി ഈ വർഗീയവാദികൾ പറഞ്ഞത് കേൾക്കാണ്ട് ഇനിയിപ്പോൾ UDF-ൻ്റെ പിന്നാലെ സ്ഥാനാർത്ഥികളെ പോയി അവരെ സമ്മതിക്കുമോ? ഇതൊക്കെ അധികം വൈകാണ്ട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അറിയാം ഓരോരോ കാര്യങ്ങൾ പുറത്തു വരുന്നതും അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് കാത്തിരുന്ന് കാണും. പ്ലീസ് വെയിറ്റ്. ഇപ്പോൾ 2ാം ടൈമിൽ KK രാമചന്ദ്രൻ പുതുക്കാട് നിയോജക മണ്ഡലത്തിൻ്റെ MLA ആയി തുടരുമ്പോൾ ഫ്യൂച്ചർ പുതുക്കാട് എന്താണ് മനസ്സിൽ? ഈ നിയോജക മണ്ഡലത്തിലെ പൊതുവിദ്യാലയങ്ങൾ എല്ലാം മികച്ച വിദ്യാലയങ്ങളാകും. ഏതെങ്കിലും ഒരു വിദ്യാലയം മികച്ചതാക്കല്ല, എല്ലാ വിദ്യാലയങ്ങളും മികച്ചതാക്കും. അത് സർക്കാർ വിദ്യാലയങ്ങളും എയ്ഡഡ് വിദ്യാലയങ്ങളും ഒക്കെ. നമ്മുടെ പൊതുജനാരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തുക. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലുണ്ടായ മാറ്റങ്ങൾ നിങ്ങളെല്ലാം കണ്ടുവല്ലോ. 5 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പൂർത്തീകരിക്കപ്പെട്ടത്. ഡയാലിസിസ് രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന ഈ ഘട്ടത്തിൽ അവർക്ക് വേണ്ടി ഡയാലിസിസ് സംവിധാനങ്ങൾ ഒരുക്കി 3 ഷിഫ്റ്റ് പ്രവർത്തിക്കുകയാണ്. നമ്മുടെ പഞ്ചായത്ത് തലത്തിലുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങൾ, വെൽനസ് ഹെൽത്ത് സെൻ്ററുകൾ ഇതൊക്കെ സജീവമാക്കുക. അപ്പോൾ ആരോഗ്യ മേഖല ഇടപെടണം. കാർഷിക മേഖലയിലെ ജലസേചന പദ്ധതികൾ ഇനിയും നമുക്ക് വെള്ളം ചാടിയോണ്ട് മാത്രം കാര്യമില്ല, അത് കുടിവെള്ളത്തിന് എങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റുമോ അത് പഞ്ചായത്തുകൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. മോണിറ്ററിംഗ് കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ചില പഞ്ചായത്തുകൾ ചെയ്യുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട്. അത് നമുക്ക് വേറെ ചർച്ച ചെയ്യണം. ജലസേചന സൗകര്യങ്ങൾ ഒരുക്കുക. അതുപോലെ തന്നെ പിന്നെ മികച്ച വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇപ്പോൾ നമ്മുടെ മണ്ഡലത്തിൽ നടത്തുന്ന പ്രത്യേകമായ പരിശീലനങ്ങളുണ്ട്. സ്കോളർഷിപ്പ് നേടുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള പരിശീലനം, LSS USS എക്സാം തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള പരിശീലനം, സ്കോളർഷിപ്പിന് അർഹരായ കുട്ടികൾക്ക് പ്രത്യേകമായി MLA പുരസ്കാരം നൽകി ആദരിക്കുന്ന പരിപാടികൾ, ഇതൊക്കെ ഈ മണ്ഡലത്തിൽ നടത്തി നമ്മുടെ കുട്ടികളെല്ലാം ചേർത്ത് പിടിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് മികച്ച ഒരു മണ്ഡലമാക്കി പുതുക്കാടിനെ ഇനിയും നമുക്ക് ഒരുപാട് മാറ്റിയെടുക്കാനുണ്ട്. നമ്മുടെ കഴിഞ്ഞിട്ടില്ല, നമ്മുടെ ടൂറിസം മേഖല, ചിമ്മിനിക്കോ ടൂറിസം പദ്ധതി, ഇതൊക്കെ വലിയ സാധ്യതകളാണ് തുറന്നിട്ടിട്ടുള്ളത്. 3 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ജനങ്ങളുടെ അഭിപ്രായം കേട്ട് ഞങ്ങളതിന് ഫ്യൂച്ചർ പുതുക്കാട് എന്നൊരു ഒരു സംവാദം സംഘടിപ്പിക്കുകയുണ്ടായി. ജനങ്ങളിൽ നിന്ന് അഭിപ്രായം കേട്ടു ഓൺലൈനിലൂടെ. പിന്നെ ഒരു സംവാദത്തിലൂടെ ഞങ്ങൾ അഭിപ്രായം കേട്ടു. ഇതെല്ലാം നടപ്പാക്കണമെന്നാണ് കാണുന്നത്. ഏതായാലും തിരക്ക് പിടിച്ച തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ അല്പസമയം നമ്മോടൊപ്പം ചെലവഴിക്കുകയായിരുന്നു KK രാമചന്ദ്രൻ. ഈ സൗഹൃദ സംവാദത്തിനിടയിൽ രാമചന്ദ്രേട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിച്ച ഒരു വാക്ക് ഒരു പക്ഷേ പ്രേക്ഷകർ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, കഴിഞ്ഞിട്ടില്ല എന്നാണ്. അതെ, കഴിഞ്ഞിട്ടില്ല. KK രാമചന്ദ്രൻ പുതുക്കാട് നിയോജകമണ്ഡലത്തിൽ
തുടങ്ങി വെച്ച പ്രവർത്തനങ്ങൾ അത് തുടരാൻ ഒരവസരം വീണ്ടും വോട്ടർമാർ കെ രാമചന്ദ്രന് നൽകും എന്ന ഉറച്ച ആത്മവിശ്വാസമാണ് കെ രാമചന്ദ്രൻ്റെ വാക്കുകളിൽ ഉള്ളത്. ആ ആത്മവിശ്വാസത്തിൻ്റെ ഫലപ്രാപ്തി അതെന്തായിരിക്കുമെന്നറിയണമെങ്കിൽ നമ്മൾ മെയ് 4 വരെ കാത്തിരിക്കണം. നമുക്ക് കാത്തിരിക്കാം. ഏതായാലും ഇത്രയും നേരം നമ്മോടൊപ്പമായിരുന്ന കെ രാമചന്ദ്രന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്.